തിരുവനന്തപുരത്ത് സ്കൂൾ ബസ്സിനുള്ളിൽ വിദ്യാർത്ഥിയെ കുത്തിയതിന് കാരണം സ്കൂളിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള മുൻ വൈരാഗ്യം. നെട്ടയത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തിയ +1 വിദ്യാർത്ഥി ഇക്കാര്യം പോലീസിനോട് സമ്മതിച്ചു. വിദ്യാർത്ഥിക്ക് സ്കൂൾ ബസ്സിനുള്ളിൽ കുത്തേറ്റ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. പരിക്കേറ്റ പേയാട് സ്വദേശിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥി അപകടനില തരണം ചെയ്തു. ഇന്നലെ നെട്ടയം മലമുകളിലുള്ള സ്വകാര്യ സ്കൂളിലെ ബസ്സിൽ വെച്ചായിരുന്നു സംഭവം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഈ സമീപകാലത്ത് ഈ കൗമാരക്കാരായ കുട്ടികൾ മാരകായുധങ്ങൾ എടുത്ത് സഹപാഠികളെ കുത്തുന്ന സംഭവം, അവർക്ക് നേരെ കൊലവിളി, അധ്യാപകർക്ക് നേരെ കൊലവിളി നടത്തുന്ന സംഭവങ്ങളൊക്കെ ഈ സമീപകാലത്ത് പലയിടങ്ങളിലും നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത് ഈ സ്കൂൾ ബസ്സിനുള്ളിൽ വിദ്യാർത്ഥിയെ കുത്തിയതിന് കാരണം മുൻവൈരാഗ്യം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിട്ടാണോ പോലീസ് ഇതിനെ കാണുന്നത്? ടോം, അങ്ങനെയുള്ള വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. ഒരു കൃത്യമായ പ്രകോപനം തന്നെയാണ് ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ ഈ +1 വിദ്യാർത്ഥി വട്ടിയൂർക്കാവ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ സ്വകാര്യ സ്കൂളിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തെ തുടർന്ന് ഇവർ തമ്മിൽ മുൻവൈരാഗ്യം നിലനിന്നിരുന്നു. അതിനിടയിലാണ് ഇന്നലെ നെട്ടയത്തെ ഈ സ്വകാര്യ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ബസ്സിനുള്ളിൽ വെച്ച് വീണ്ടും വാക്കേറ്റമുണ്ടായത്. ആ വാക്കേറ്റം ഒരു പ്രകോപനത്തിലേക്ക് നയിക്കുകയും തുടർന്ന് ഈ +1 വിദ്യാർത്ഥി കയ്യിലുണ്ടായിരുന്ന പേപ്പർ കട്ട് ചെയ്യുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ വിധേയനാക്കി. സമീപത്ത് തന്നെയുള്ള പേരൂർക്കടയിലുള്ള ആശുപത്രിയിലാണ് ഉടൻ തന്നെ എത്തിച്ചത്. അതിനുശേഷം അവിടെ നിന്ന് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെയാണ് വിശദമായ പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയത്. ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യനില ആശങ്കാജനകമല്ല. അദ്ദേഹം ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് പുറത്തുവരുന്ന സൂചനകൾ. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ മുൻവൈരാഗ്യത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് കണ്ടെത്തുന്നതിന് പോലീസ് ഇപ്പോഴും ഈ +1 വിദ്യാർത്ഥിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. അതാണ് അറിയേണ്ടത് ഡാൻ. കാരണം ഈ മുൻവൈരാഗ്യമാണെന്ന് പറയുന്നുണ്ട്. ഈ ബസ്സിൽ വെച്ച് അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ ഈ രീതിയിലുള്ള ആക്രമണത്തിൽ കലാശിച്ചത്? ടോം, അതായത് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ തമ്മിലുണ്ടായ ഈ വാക്കുതർക്കം ഈ സ്കൂൾ പരിസരത്ത് വെച്ച് തന്നെ ഉണ്ടായത്. അത് സുഹൃത്തുക്കൾ ഇടപെട്ട് അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇവർ എന്താണ് ഈ മുൻവൈരാഗ്യത്തിലേക്കും തർക്കത്തിലേക്കും നയിക്കാനിടയ കാരണം എന്താണെന്നുള്ളതിലാണ് ഇപ്പോഴും അവ്യക്തത തുടരുന്നത്. അത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പോലീസ് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിലും പരിമിതികളുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പ്രകോപനത്തിലേക്ക് +1കാരനെ നയിച്ചത് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. വൈകാതെ അത് സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന നടപടികളുമായി സഹകരിക്കും. അങ്ങനെ കേസുമായി മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് വിശദാംശങ്ങൾ വൈകാതെ തന്നെ അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? കാരണം അങ്ങനെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ, ഒരു സ്കൂളിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ തമ്മിലാണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്. പിന്നീട് അത് കത്തിക്കുത്തിൽ കലാശിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഈ വിദ്യാർത്ഥിക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? പോലീസ് എന്ത് നടപടിയാണ് പോലീസ് ഈ വിദ്യാർത്ഥിക്കെതിരെ, ഈ 9ാം ക്ലാസ്സുകാരനെ ആക്രമിച്ച +1 വിദ്യാർത്ഥിക്കെതിരെ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് ഡാൻ? അച്ചടക്ക നടപടികൾ ഉണ്ടാകുമെന്ന് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. ഏത് തരത്തിലുള്ള നടപടികളാണെന്നുള്ള കാര്യത്തിൽ ഒന്നും വ്യക്തത കൈവന്നിട്ടില്ല. സ്കൂൾ അധികൃതർ അക്കാര്യത്തിൽ ഇനി പേരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ മീറ്റിംഗ് കൂടിയതിനു ശേഷമായിരിക്കും, അവരുടെ പ്രതിനിധികളുടെ മീറ്റിംഗ് കൂടിയതിനു ശേഷമായിരിക്കും എങ്ങനെ വേണം തുടർ നടപടികൾ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. എന്തായാലും അച്ചടക്ക നടപടികൾ ഈ +1 വിദ്യാർത്ഥിയുടെ നേർക്ക് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം ഈ കാര്യങ്ങൾ ഇവർ തമ്മിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന കാര്യം അധ്യാപകർക്ക് നേരത്തെ അറിയാമായിരുന്നോ? അറിഞ്ഞിട്ടും അവർ ആ വിഷയത്തിൽ ഇടപെടാതിരുന്നതാണോ? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, ഈ സമീപകാലത്ത് പാലക്കാട് എന്നുള്ളൊരു ദൃശ്യം നമ്മൾ കണ്ടതാണ്.
ഇപ്പോൾ ഡാനിലേക്ക് ഇപ്പോൾ വാലാമൂരത്ത് 2.5 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇപ്പോൾ തിരുവനന്തപുരം ബാലരാമപുരത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ കേസിൽ ഇപ്പോഴും ചില വ്യക്തതകൾ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഈ കുഞ്ഞിന്റെ അമ്മാവനാണ് കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മയും അമ്മാവനെയും പ്രതി ചേർക്കുമെന്ന് പറയുന്നു. അമ്മ പക്ഷെ എന്തിനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അച്ഛൻ ഈ കേസിൽ, ഈ കുഞ്ഞിന്റെ അച്ഛൻ ഈ കേസിൽ പങ്കില്ല എന്ന് തന്നെയാണ് പോലീസ് ഉറപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് സ്കൂൾ ബസ്സിനുള്ളിൽ വിദ്യാർത്ഥിയെ കുത്തിയതിന് കാരണം സ്കൂളിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള മുൻവൈരാഗ്യമാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഡാനിലേക്ക് വേണ്ടി ഞാൻ നേരത്തെ ചോദിച്ച് നിർത്തിയ സംഭവം ഇതായിരുന്നു. കാരണം നമുക്കറിയാം, ഈ സമീപകാലത്ത് പാലക്കാട് സ്കൂൾ പ്രിൻസിപ്പളിന് നേരെ +2 വിദ്യാർത്ഥി കൊലവിളി നടത്തിയ സംഭവം, ആ ദൃശ്യങ്ങൾ കേരളത്തെ ഒന്നടങ്കം നടുക്കിയതാണ്. തൊട്ട് പിറ്റേ ദിവസമാണ് കോഴിക്കോട് ഒരു +1 വിദ്യാർത്ഥി സഹപാഠിയുടെ കഴുത്ത് മുറിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മറ്റൊരു പേയാട് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ അതേ സ്കൂളിൽ പഠിക്കുന്ന +1 വിദ്യാർത്ഥി കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ. നമ്മുടെ കൗമാരം, നമ്മുടെ കുട്ടികൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഈ സ്കൂളുകളിലൊക്കെ ഈ അക്രമവാസന കാണിക്കുന്ന കുട്ടികൾക്കെതിരെ പലപ്പോഴും നടപടികൾ സ്വീകരിക്കാൻ പോലും കഴിയില്ല എന്ന് പല അധ്യാപകരും പറയുന്നുണ്ട്. അത്തരം നടപടികൾ, അവരെ ശകാരിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും അധ്യാപകർക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. നമ്മുടെ നിയമങ്ങൾ, അത്തരം ചില നിയമങ്ങളിലൊക്കെ അത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഒരു വിദ്യാർത്ഥി ഇതേ രീതിയിൽ അക്രമവാസന സ്ഥിരമായി പ്രകടിപ്പിക്കുന്നൊരു വ്യക്തിയായിരുന്നോ? അത്രയും കൂടുതൽ വിശദാംശങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ടോം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ ആശങ്കാജനകമായ വിവരങ്ങൾ സംസ്ഥാനത്തെ പല സ്കൂളുകളിൽ നിന്ന് നേരത്തെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പും പോലീസും ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ട് നടത്തിയ ഇടപെടലുകളെ കുറിച്ചും ഒരുപാട് ചർച്ചകൾ നടന്നതാണ്. പക്ഷെ അപ്പോഴും ഈ അക്രമവാസനയുള്ള കുട്ടികൾ ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിലുണ്ട്. അവരിങ്ങനെ ആയുധം എടുത്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു പേയുടെ ഒരു സ്കൂളിൽ മാത്രം, അല്ലെങ്കിൽ നെട്ടയത്തെ ഒരു സ്കൂളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ആശങ്കയല്ല. അതിന് വലിയ തരത്തിലുള്ള മാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ബോധവൽക്കരണം ഈ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതിന്റെ ഒരു അനിവാര്യതയിലേക്ക് കൂടിയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. അത് കൃത്യമായി കൗൺസിലിംഗ് ഉൾപ്പെടെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ഇടപെടലുകൾ അടക്കം ക്രിയാത്മകമായി നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടി ഈ ഒരു സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്കറിയാം, ഈ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തുടക്കത്തിൽ തന്നെ അത് കൃത്യമായി ഇടപെട്ട് രമ്യതയിൽ എത്തിക്കാനുള്ള ഒരു നീക്കം അധ്യാപകരുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകാതിരുന്നാൽ അതിങ്ങനെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിൽ സ്കൂൾ ബസ്സിനുള്ളിൽ വെച്ച് സഹപാഠിയെ മറ്റൊരാൾ കുത്തി എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾക്ക് തടയിടേണ്ടതിൽ കൃത്യമായ ഒരു ജാഗ്രത അധ്യാപകരുടെ ഭാഗത്തു നിന്നുകൂടി പുലർത്തേണ്ട സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകി. ഡാൻ സൂചിപ്പിച്ചതുപോലെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന്, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന്, ഈ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായ ഇടപെടൽ അനിവാര്യമാണ്. കാരണം നമ്മുടെ കൗമാരം കൈവിട്ടു പോകുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഈ ലഹരിയുടെ അമിതമായ ഉപയോഗം, ലഹരിയിൽ മയങ്ങുന്ന കൗമാരവും യുവത്വവും പല രീതിയിൽ അക്രമവാസന സൃഷ്ടിക്കുന്നു. പിന്നീട് അധ്യാപകർക്ക് നേരെ കൊലവിളി നടത്തുന്നു, സഹപാഠികളെ ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ. ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.